തുടയസ്ഥിയുടെ തലഭാഗത്തുണ്ടാകുന്ന അവാസ്കുലർ നെക്രോസിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു. തുടയസ്ഥിയുടെ തലഭാഗത്ത് രക്തവിതരണം തടസ്സപ്പെടുന്നതുമൂലം അസ്ഥിയുടെ കോശങ്ങൾക്കുണ്ടാവുന്ന നാശമാണ് എവാസ്കുലർ നെക്രോസിസ് ഓഫ് ഹിപ്പ് അഥവാ എവാസ്കുലർ നെക്രോസിസ് ഓഫ് ഫീമറൽ ഹെഡ് എന്ന അസുഖം. ഓസ്റ്റിയോനെക്രോസിസ് എന്നുകൂടി അറിയപ്പെടുന്ന ഒരു അസുഖം ആണ് ഇത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മുൻപുള്ളതിനെ അപേക്ഷിച്ച് കൂടുതലായി കാണപ്പെടുന്നു എന്നതാണ് ഈ അസുഖത്തിൻ്റെ നിലവിലെ പ്രാധാന്യം. ഏറ്റവും കൃത്യമായ ചികിത്സ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാകുന്നതും അതിൻ്റെ ഭീമമായ ചെലവും ഈ അസുഖത്തെ സംബന്ധിച്ച് പ്രസക്തമാണ്. അതുകൂടാതെ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിവെച്ച ഇടുപ്പുസന്ധി 10 അല്ലെങ്കിൽ 20 കൊല്ലത്തിന് ശേഷം വീണ്ടും മാറ്റിവെക്കേണ്ടതായി വരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എവാസ്കുലർ നെക്രോസിസ് ഓഫ് ഹിപ്പ് വരുന്നതെന്ന് മനസ്സിലാക്കാം. മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൂടി ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. 4 കാലിൽ നിന്ന് 2 കാലായി പരിണാമം സംഭവിച്ച അവസ്ഥയിൽ ശരീരഭാരം പൂർണ്ണമായും 2 സന്ധികളിൽ താങ്ങി നിർത്തേണ്ട സാഹചര്യം ഉണ്ടായി വന്നു. അസ്ഥികളും പേശികളും അത്തരത്തിൽ പരിണാമം സംഭവിച്ചുവെങ്കിലും ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും അതിന് പര്യാപ്തമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനമായും ആ ഭാഗത്തുണ്ടാകുന്ന പരിക്കുകൾ, അസ്ഥിക്ക് ഉണ്ടാവുന്ന ഒടിവ്, സന്ധിക്കുണ്ടാവുന്ന സ്ഥാനചലനം തുടങ്ങിയവ ഈ അസുഖത്തിന് കാരണമാകുന്നു. ഇതുകൂടാതെ തുടർച്ചയായി ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകളും തുടർച്ചയായ മദ്യപാനവും മറ്റ് ചില അസുഖങ്ങളും ഈ അസുഖത്തിന് കാരണമായി കണ്ടുവരുന്നു. പരിക്ക് പറ്റിയതിന് ശേഷമുള്ള അവസ്ഥകളിൽ പരിക്ക് പറ്റിയ സന്ധിക്ക് മാത്രം ഈ അസുഖം വരികയും മരുന്നുപയോഗം കൊണ്ടും മദ്യപാനം കൊണ്ടും ഉണ്ടാകുന്ന രോഗാവസ്ഥയിൽ 2 സന്ധികളും ബാധിക്കുന്ന രീതിയിലാണ് പൊതുവെ ഈ അസുഖം കണ്ടുവരുന്നത്. എന്തൊക്കെയാണ് എവാസ്കുലർ നെക്രോസിസ് ഓഫ് ഹിപ്പ് ജോയിന്റ് എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ആദ്യഘട്ടത്തിൽ പലപ്പോഴും രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ആ അവസ്ഥയിൽ തന്നെ രോഗനിർണയം നടത്താൻ സാധിച്ചാൽ ശസ്ത്രക്രിയ പരമാവധി വൈകിപ്പിക്കാം എന്നുള്ളതാണ് നേട്ടം. ആദ്യഘട്ടത്തിൽ ഇടുപ്പുസന്ധിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ തുടയും മുട്ടും കൂടി ചേരുന്ന ഭാഗങ്ങളിലോ ആണ് വേദന അനുഭവപ്പെടുക. ചമ്രം പടിഞ്ഞിരിക്കുക, മുട്ടുമടക്കി കാൽ കുന്തിച്ചിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസം അനുഭവപ്പെടുക തുടങ്ങിയവ ആദ്യ കാലഘട്ടത്തിലെ ലക്ഷണങ്ങളാണ്. അസുഖം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് നിൽക്കുമ്പോഴും നടക്കുമ്പോഴും തുടർച്ചയായി വേദന അനുഭവപ്പെടുകയും സാധാരണ രീതിയിൽ നടക്കാൻ പ്രയാസം അനുഭവപ്പെടുകയും ചെയ്യും. വീണ്ടും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നടക്കുമ്പോൾ ഏന്തൽ അനുഭവപ്പെടുക, തുടർച്ചയായി നിൽക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കൂടി വന്നു ചേരും. എങ്ങനെയാണ് എവാസ്കുലർ നെക്രോസിസ് ഓഫ് ഹിപ്പ് ജോയിന്റ് എന്ന അസുഖത്തിൻ്റെ രോഗനിർണയം നടത്തുക എന്ന് മനസ്സിലാക്കാം. വളരെ നേരത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള ഏറ്റവും നല്ല വഴി ശാരീരിക പരിശോധനയാണ്. ഇരുത്തിയും നേരെ കിടത്തിയും കമിഴ്ന്നു കിടന്നും ചെയ്യേണ്ടുന്ന ഇടുപ്പുസന്ധിയുടെ ചലന പരിശോധന ആദ്യഘട്ട രോഗനിർണയത്തിന് വളരെ പ്രധാനമാണ്. അത്തരം ചലന പരിശോധനയിൽ ചലനക്ഷമത്വം കുറവാണെന്ന് കണ്ടെത്തിയാൽ എക്സ്റേ, MRI പരിശോധനകളിലൂടെ രോഗനിർണയം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അടുത്ത കാര്യം. പല സന്ദർഭങ്ങളിലും കൃത്യമായ രോഗനിർണയം നടത്താതെ രോഗം മൂർച്ഛിച്ച് അവസാന ഘട്ടത്തിൽ വന്നു ചേരുന്നവരാണ് കൂടുതലും. ആ സന്ദർഭത്തിൽ ശസ്ത്രക്രിയ ചെയ്ത് സന്ധി മാറ്റിവെക്കുക എന്നുള്ളതല്ലാതെ മറ്റ് പോംവഴികളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ അസ്ഥിരോഗ വിദഗ്ധനെ കണ്ട് ശാരീരിക പരിശോധനയിലൂടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് നല്ലത്. കുട്ടികളിൽ ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ടോ എന്ന് നോക്കാം. 4 വയസ്സിനും 6 വയസ്സിനും ഇടയിൽ കുട്ടികളിൽ ഇത്തരത്തിൽ വരുന്ന രോഗാവസ്ഥയെ പെർത്തസ് ഡിസീസ് എന്ന് വിളിക്കുന്നു. കുട്ടികളിൽ മറ്റു പല അസുഖങ്ങളുമായി ബന്ധപ്പെട്ടും അതല്ലാതെ ഒരു കാരണവും കൂടാതെയും ഈ അസുഖം ഉണ്ടാകാം. കുട്ടികളിൽ നേരത്തെയുള്ള രോഗനിർണയം പരിപൂർണമായ രോഗമുക്തിക്ക് വളരെയധികം പ്രധാനമാണ്. വൈകിയുള്ള രോഗനിർണയത്തിൽ പലപ്പോഴും ശസ്ത്രക്രിയ ആവശ്യമായി വരാൻ സാധ്യതയുണ്ട്. എവാസ്കുലർ നെക്രോസിസ് ഓഫ് ഹിപ്പ് ജോയിന്റ് എന്ന അസുഖത്തിൻ്റെ ചികിത്സ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. കൃത്യമായ ചികിത്സ ശസ്ത്രക്രിയയിലൂടെ ഇടുപ്പ് മാറ്റിവെക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും ചെയ്യേണ്ടതായി വരുന്നു. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ പരമാവധി വൈകിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രം ശസ്ത്രക്രിയ പരിഹാരമാർഗം സ്വീകരിക്കുന്നതാണ് നല്ലത്. ലക്ഷണങ്ങൾ ശമിപ്പിച്ചുകൊണ്ട് സന്ധി സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ എത്രമാത്രം സ്വീകരിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. എവാസ്കുലർ നെക്രോസിസ് ഓഫ് ഹിപ്പ് ജോയിന്റ് എന്ന അസുഖത്തിൻ്റെ ആയുർവേദ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ചെറിയ കുട്ടികളിൽ ആയുർവേദ ചികിത്സ വളരെയധികം ഫലപ്രദമായി കണ്ടുവരുന്നു. പ്രായമുള്ള ആളുകളിൽ ശസ്ത്രക്രിയ പരമാവധി വൈകിപ്പിച്ച് ജീവിത നിലവാരം നിലനിർത്തുന്നതിന് ആയുർവേദ ചികിത്സ സഹായകരമാണ്. പ്രായമുള്ള ആളുകൾക്ക് എന്തായാലും ശസ്ത്രക്രിയ ആവശ്യമായി വരും.
എങ്കിൽ കൂടി പലതവണ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നതിനെ തടയാനായി അല്ലെങ്കിൽ കുറയ്ക്കാനായി ആയുർവേദ ചികിത്സ പ്രയോജനം ചെയ്യുന്നു. രോഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെ ശാരീരിക പരിശോധനയും രോഗിയുടെ ആരോഗ്യവും തുടങ്ങിയ പല മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ആയുർവേദ ചികിത്സ ഈ രോഗിയിൽ പ്രയോജനം കിട്ടുമോ എന്ന് നിശ്ചയിക്കുന്നത്. അതുകൂടാതെ രോഗിയുടെ ശാരീരിക ലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അന്താരാഷ്ട്ര തലത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള വിലയിരുത്തൽ മാനദണ്ഡങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ് ചികിത്സാ സാധ്യത നിർണ്ണയിക്കുന്നത്. ഇടുപ്പുസന്ധിയുടെ താഴെയും മുകളിലുമുള്ള പേശികളെ ബലപ്പെടുത്തുക എന്നുള്ളതും ഒരു ഇടുപ്പുസന്ധി പ്രശ്നമായിട്ടുള്ള രോഗികളിൽ ഇതര ഇടുപ്പുസന്ധിയെയും മുട്ടിനെയും ബലപ്പെടുത്തുക എന്നുള്ളതും പ്രധാനമാണ്. പുറമേ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഫലപ്രദം സ്നേഹപാനം, അധികമായ അളവിൽ മരുന്നിട്ട് കാച്ചിയ നെയ്യ് അല്ലെങ്കിൽ തൈലം അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ രോഗത്തിൻ്റെ അവസ്ഥയും രോഗിയുടെ അവസ്ഥയും അനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം ഉള്ളിലേക്ക് സേവിക്കുന്നത്. വസ്തി ചികിത്സ, ഒരുമിച്ച് കൂട്ടിയ മരുന്നുകൂട്ടുകൾ മലദ്വാരം വഴി ഉള്ളിലേക്ക് കടത്തിവിടുന്നത് തുടങ്ങിയ ചികിത്സാ രീതികളാണ് കൂടുതൽ ഫലപ്രദം. ഈ കാലയളവിൽ രോഗിയുടെ ബലമനുസരിച്ച് രോഗത്തിൻ്റെ അവസ്ഥയനുസരിച്ച് നിർണ്ണയിക്കുന്ന കൃത്യമായ വ്യായാമ രീതികൾ കൂടി പിന്തുടരേണ്ടതുണ്ട്. ചികിത്സ കഴിഞ്ഞാലും വ്യായാമ രീതികൾ തുടർച്ചയായി ചെയ്യുക എന്നുള്ളത് ജീവിത നിലവാരം നിലനിർത്തുന്നതിനും രോഗശമനത്തിനും പ്രധാനമാണ്. കൃത്യമായ വൈദ്യനിർദ്ദേശത്തോടെയുള്ള പഥ്യാചരണം ചികിത്സ കൊണ്ട് കിട്ടിയ ഗുണം നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. രോഗമുക്തിക്ക് ശീലിക്കേണ്ട നല്ല കാര്യങ്ങളാണ് പഥ്യാചരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. അസുഖത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളും വ്യായാമങ്ങളും വളരെയധികം ഫലപ്രദമായി കണ്ടുവരുന്നു. കാലം കഴിയുന്നതിനനുസരിച്ച് രോഗം വഷളാവാതിരിക്കാൻ കൃത്യമായ വൈദ്യനിർദ്ദേശം പാലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പല സന്ദർഭങ്ങളിലും 5 കൊല്ലം മുതൽ 10 കൊല്ലം വരെ ശസ്ത്രക്രിയ വൈകിപ്പിക്കാനായി ആയുർവേദ ചികിത്സയിലൂടെ സാധിക്കുന്നതായി കണ്ടുവരുന്നു. രോഗത്തിൻ്റെ അവസ്ഥയും രോഗിയുടെ പ്രായം, രോഗിയുടെ ഭാരം, മറ്റ് ഉപദ്രവ രോഗങ്ങൾ തുടങ്ങിയവയെ ആശ്രയിച്ച് ഈ കാലഗണനയ്ക്ക് വ്യത്യാസങ്ങളുണ്ടാവും. ഈ അസുഖം വരാതിരിക്കാനായി എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് മദ്യപാനം, പുകവലി തുടങ്ങിയവ ഒഴിവാക്കുക എന്നുള്ളതാണ്. അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന പരിക്കുകൾ വരാതിരിക്കാനായി ശ്രദ്ധിക്കാം. വളരെ അത്യാവശ്യത്തിന് മാത്രം വൈദ്യനിർദ്ദേശപ്രകാരം സ്വീകരിക്കേണ്ട മരുന്നുകൾ ഒരു കാരണവശാലും സ്വന്തം ഇഷ്ടപ്രകാരം തുടർച്ചയായി കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. ഈ അസുഖമുള്ളവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ശരീരഭാരം നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരീരഭാരം കുറഞ്ഞിരിക്കുന്നവർ പിന്നീട് ശരീരഭാരം കൂടാതിരിക്കാൻ വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിക്കുക എന്നുള്ളതും പ്രധാനമാണ്. ശരീരഭാരം കൂടുതലുള്ളവർക്ക് തീവ്രമായ വ്യായാമം ഈ അസുഖത്തിൽ അസാധ്യമായതിനാൽ മറ്റു വഴികളിലൂടെ ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. കൃത്യമായ വൈദ്യനിർദ്ദേശത്തോടെ മാത്രം ആഹാര നിയന്ത്രണം നടപ്പിൽ വരുത്തുക എന്നുള്ളതും പ്രധാനമാണ്. കാരണം പോഷകസമ്പുഷ്ടമായ ആഹാരം ശീലിക്കുക എന്നുള്ളതും എന്നാൽ ശരീരഭാരം നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതും കണക്കിലെടുത്തു വേണം ആഹാര നിയന്ത്രണം നടപ്പിൽ വരുത്തുവാൻ. കിടന്നുകൊണ്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ, ഇടുപ്പിൽ ശരീരഭാരം താങ്ങാതെ ചെയ്യുന്നവ വൈദ്യനിർദ്ദേശപ്രകാരം ശീലിക്കുന്നത് നല്ലതാണ്. മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങളുള്ളവർ പരിപൂർണമായി അത് അവസാനിപ്പിക്കുക എന്നുള്ളതും ആവശ്യമാണ്. കൃത്യമായി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആയുർവേദ ചികിത്സയിലൂടെ നിലവിലുള്ള സ്ഥിതി ജീവിത നിലവാരം നിലനിർത്തിക്കൊണ്ട് ദീർഘനാൾ തുടരാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. രോഗം അടുത്ത സ്ഥിതിയിലേക്ക് പോകാതിരിക്കാനും നിലവിലുള്ള രക്തയോട്ടം നിലനിർത്താനും ചികിത്സയോടൊപ്പം തന്നെ രോഗി ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും തുടരേണ്ടതുണ്ട്. രോഗത്തെ സംബന്ധിച്ചും ചികിത്സയെ സംബന്ധിച്ചും ശരിയായ അറിവ് നേടുക എന്നുള്ളതും അത് കൃത്യമായി പ്രാവർത്തികമാക്കുക എന്നുള്ളതും സാധ്യമായ ലക്ഷ്യം കൈവരിക്കുന്നതിന് സഹായകരമാണ്. തുടയസ്ഥിയുടെ തലഭാഗത്തുണ്ടാകുന്ന അവാസ്കുലർ നെക്രോസിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി. Shaka